പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നാരായണൻ വി കെ. കവികൾ കൃതികൾ എന്ന ഈ പങ്ക്തിയിൽ ഇന്ന് നമുക്ക് വൈലോപ്പിള്ളി ശ്രീധരമേനോനെ പരിചയപ്പെടാം. കേരളീയത നിറഞ്ഞു നിൽക്കുന്ന ഹൃദയഹാരിയായ അനേകം കവിതകൾ രചിച്ച് കാവ്യകൈരളിയെ പരിപോഷിപ്പിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നവയുഗ ചേതനയെപ്പറ്റി യുക്തിപൂർവം ചിന്തിച്ച് സാധാരണക്കാരൻ്റെ അനുഭൂതി മണ്ഡലങ്ങളെ അദ്ദേഹം പ്രകാശമാനമാക്കി. സാമൂഹിക പ്രതിബദ്ധത വൈലോപ്പിള്ളി കവിതയുടെ ശക്തിയും സൗന്ദര്യവുമാണ്. ആധുനിക മലയാള കവിത കാൽപ്പനികതയുടെ ആലസ്യത്തിൽ മുങ്ങി നിന്നിരുന്ന കാലത്ത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചയിലേക്ക് കൈപിടിച്ചുയർത്തിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ആധുനിക മലയാള കവിതയിലെ യുഗപരിവർത്തനത്തിന് നാന്ദി കുറിച്ച കവിയാണ് അദ്ദേഹം. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന അനേകം കവിതകൾ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചു. 1911 മെയ് 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം ജനിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1931 ശാസ്ത്രാധ്യാപകനായ അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചു. പ്രധാനാധ്യാപകനായിരിക്കെ 1966 വിരമിച്ചു. ഭാര്യ ഭാനുമതി അമ്മ. 1985 ഡിസംബർ 22 അദ്ദേഹം നിര്യാതനായി. പ്രധാന കൃതികൾ: കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, കുന്നിമണികൾ, വിത്തും കൈക്കോട്ടും, മകരക്കൊയ്ത്ത്, ഋഷ്യശൃംഖനും അലക്സാണ്ടരും, കടൽക്കാക്കകൾ, കുരുവികൾ, കയ്പവല്ലരി, വിട, മിന്നാമിന്നി, പച്ചക്കുതിര, വൈലോപ്പിള്ളി കവിതകൾ, മുകുളമാല, കൃഷ്ണമൃഗങ്ങൾ, കാവ്യലോക സ്മരണകൾ, ചരിത്രത്തിലെ ചാരുദൃശ്യം, അന്തിമായുന്നു എന്നിവയാണ് പ്രധാന കൃതികൾ. കേരളീയതയെ ഇത്രയധികം നെഞ്ചിലേറ്റിയ മറ്റൊരു കവി വേറെയുണ്ടോ എന്ന് സംശയമാണ്. പ്രകൃതിയും മനുഷ്യനും ഒത്തുചേരുമ്പോഴുള്ള സമഗ്രമായ സൗന്ദര്യം വൈലോപ്പിള്ളി കവിതയിൽ നമുക്ക് പ്രതിബിംബിച്ച് കാണാം. ഏത് ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. കയ്പവല്ലരി എന്ന കൃതിയിലെ വിഷുക്കണി എന്ന കവിതയിലെ ഈ വരികൾ മലയാളികളുടെ വിഷു എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള സ്മരണകൾ, ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നവയാണ്. കേരളത്തിലെ മകരപ്പാടങ്ങളും കന്നിനെൽപ്പാടങ്ങളും തൊടികളും സഖ്യനും കയ്പവല്ലരിയും വിത്തും കൈക്കോട്ടും കൊന്നപ്പൂവും മാമ്പൂക്കുലയും മാമ്പഴവുമെല്ലാം അദ്ദേഹം തൻ്റെ കവിതയിലൂടെ അനശ്വരമാക്കി. യവനിക താഴുമ്പോൾ തീർന്നു പോകുന്ന നാടകമായിരുന്നില്ല അദ്ദേഹത്തിന് ജീവിതം. തലമുറയിൽ നിന്ന് തലമുറയിലേക്കുള്ള അനുസ്യൂതമായ പ്രയാണമാണ് ജീവിതമെന്ന് അദ്ദേഹം കരുതി. അതുപോലെ ഒരൊറ്റ വിളവിൽ നിന്നും കൃഷിയും നശിച്ചു പോകുന്നില്ല. പിന്നെയും ആ കൃഷികൾ നെൽക്കതിരായും ഞാറായും പുൽക്കതിരുകളൊക്കെയായി പാടത്ത് വിളയുന്നു. എങ്ങും ജയിക്കാൻ ശ്രമിക്കുന്ന മരണത്തിന് മനുഷ്യജീവിതത്തിൻ്റെ ഉയർന്നു പറക്കുന്ന കൊടിക്കൂറകളെ ഒരിക്കലും താറ്റിക്കെട്ടാനാവില്ലെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നു. കന്നിനാളിലെ കൊയ്ത്തിനു വേണ്ടി മഞ്ഞിലാദിയിൽ നട്ട വിത്തെല്ലാം പൊന്നലയലച്ചെത്തുന്നു നോക്കൂ, പിന്നെ എത്രയോ കൊയ്ത്തുപാടത്തിൽ. ഹാ വിജിഗീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ
മനുഷ്യജീവിതം ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് കുതിക്കുമെന്നും മരണത്തിന് ഒരിക്കലും ജീവിതത്തിൻ്റെ ഉയർന്നു പറക്കുന്ന കൊടിക്കൂറുകളെ താഴ്ത്തിക്കെട്ടാനാവില്ലെന്നും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. വൈലോപ്പിള്ളിയുടെ മറ്റൊരു മനോഹരമായ കവിതയാണ് മാമ്പഴം. ഒരു ദുരന്ത സമൂഹത്തിൻ്റെ തീവ്രമായ വൈകാരിക ശില്പം കൂടിയാണ് മാമ്പഴം എന്ന ഈ കവിത. ഒരമ്മയുടെ ദുഃഖം ഈ കവിതയിൽ നമുക്ക് നിഴലിച്ചു കാണാം. മുറ്റത്തെ തൈമാവിൽ ആദ്യത്തെ മാങ്കുല ഉണ്ടായപ്പോൾ അമ്മയുടെ മണിക്കുട്ടൻ ആ പൂങ്കുല ഒടിച്ചു കളഞ്ഞ് ആ സംഭവം അമ്മയെ വേദനിപ്പിച്ചു. അമ്മ മകനെ ചെറുതായെന്ന് ഗുണദോഷിച്ചു. മാമ്പഴമുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് കിടക്കേണ്ട നീ ഈ പൂങ്കുല തല്ലിക്കളഞ്ഞത് തല്ലിക്കൊള്ളഞ്ഞിട്ടല്ലേ കുട്ട എന്ന് ചോദിക്കുന്നു. അത് ആ കൊച്ചുമകനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൻ പറയുന്നു, മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. അങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെ അമ്മയുടെ ദുഃഖമാണ് ഈ കവിതയിലെ ഇതിവൃത്തം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുന്നിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാഗന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നിനി. മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അങ്ങനെ മുറ്റത്തെ തൈമാവിൽ മാങ്ങകൾ പഴുത്തു. ആ മുറ്റത്ത് വീണ ഒരു മാമ്പഴമെടുത്തമ്മ തൻ്റെ ഉണ്ണിക്കിടാവിനെ, തൻ്റെ ഉണ്ണിക്കുട്ടനെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് പോയി ആ മാമ്പഴം അവിടെ വെക്കുകയാണ്. ഉണ്ണിക്കൈ കെടുക്കുവാൻ ഉണ്ണിവായിക്കുണ്ണാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ. പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ. അങ്ങനെ അമ്മ തൻ്റെ ഉണ്ണിക്കിടാവിനെ മറവ് ചെയ്ത സ്ഥലത്ത് ആ മാമ്പഴം വെച്ചിട്ട് പറയുകയാണ്, മകനെ നീ ഇത് നുകർന്നാലേ അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു കുളിർക്കാറ്റ് ഉണ്ണിക്കിടാവിൻ്റെ പ്രാണനായി അമ്മയെ ആശ്ലേഷിക്കുന്നതാണ് ഈ കവിത. ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ ഓരോ മലയാളിയും കണ്ണീരണിയുന്നു. കാച്ചിക്കുറുക്കിയ കവിതകൾ കൊണ്ട് മലയാളികളുടെ ഹൃദയത്തിൽ സമുചിതമായ സ്ഥാനം പിടിച്ച കവിയാണ് വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ മറ്റൊരു കവിതയാണ് ചങ്ങാലിപ്രാവ്. തെറ്റിദ്ധാരണ മൂലം ഒരു തള്ളപ്രാവ് തൻ്റെ മകളെ കൊത്തിക്കൊല്ലുന്നതാണ് ഇതിലെയും പ്രതിപാദ്യം. ചെറുപുള്ളി ചിറകുള്ള ചങ്ങാലിപ്രാവേ തല തല്ലി കരയുന്നതെന്തുകൊണ്ടോ പറയുന്നു ചങ്ങാലി ഞാനിന്നു നാടി പയറൻ മകൾക്കു കൊടുത്തുപോയി ഉപ്പിട്ടു തിരികെ വരുമ്പോൾ വറുത്തു വെക്കാൻ. തിരികെ വരും നേരാമെന്ത് ചൊല്ലേണ്ടു ഉരിയെ പയറുള്ളു ചട്ടിയിലൊട്ടാകെ ഉരിയെ പയർ മണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീ അറുകള്ളി പെണ്ണേ പകുതിയുമില്ലല്ലോ നീ കോറിച്ചു. നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തള്ളപ്പക്ഷി തൻ്റെ മകളെ കൊല്ലുന്നതാണ് ഈ കവിതയിലും കാണുന്നത്. അങ്ങനെ പകയെല്ലാം മാറി അമ്മ വറുത്തു നോക്കിയപ്പോഴും ഉരിമണി പയരെ ചട്ടിയിൽ കണ്ടുള്ളൂ. പച്ചപ്പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോകുന്നുള്ള പരമാർത്ഥം
പക്ഷിക്ക് മനസ്സിലായി. ഉരിമാണ്ടി പയറീനു കുഞ്ഞിനെ കൊന്നേൻ, ഉലകത്തിലെന്തിനു ഞാനീരിപ്പു, മേലിലുലകത്തിലെന്തിനു ഞാനീരിപ്പു എന്ന് പറഞ്ഞുകൊണ്ട് ആമപ്പക്ഷി ഇപ്പോഴും തേങ്ങുകയാണ്. ഈ തെറ്റിദ്ധാരണ കൊണ്ടോ അജ്ഞത മൂലമോ ക്ഷിപ്രഭോഗം കൊണ്ടോ വർത്തമാനകാല ജീവിതത്തിൽ സംഭവിക്കുന്ന നിരവധി ദുരന്തങ്ങളെ കവി ഈ കവിതയിലൂടെ വരച്ചു കാട്ടുന്നു. വൈലോപ്പിള്ളിയുടെ മറ്റൊരു പ്രധാന കവിതയാണ് കാക്ക. കുരിരുട്ടിൻ്റെ കീടത്തിയെന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുകയിലും ഏറ്റവും വൃത്തി വേടിപ്പെടുന്നോൾ, കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കയിലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിയുവോൾ. പ്രഭാതത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്തെത്തി നമ്മെ സഹായിക്കുന്ന കാക്ക, അത് മാലിന്യം അവൾ ഉണ്ടാക്കിയതല്ല, മനുഷ്യനിർമ്മിതിയാണ്. എന്നിട്ടും അവൾ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നു. ഈ കവിതയിലൂടെ തൊഴിലാളി വർഗത്തിൻ്റെ സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ചും അവരുടെ കടമകളെക്കുറിച്ചും എല്ലാം കവി നമ്മളോട് മാർക്സിയൻ സിദ്ധാന്തങ്ങളിലൂടെ, പുരോഗമന ആശയങ്ങളിലൂടെ നമ്മളോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. വൈലോപ്പിള്ളിയുടെ മറ്റൊരു കവിതയാണ് വിത്തും കൈക്കോട്ടും. ഈ വിത്തും കൈക്കോട്ടും എന്ന കവിത നെല്ലുകൊയ്യാൻ പോകുന്ന കർഷക തൊഴിലാളികളെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു കവിതയാണ്. അകലെ സായം സന്ധ്യ കാന്തിയാലാകാശത്തും മകരപ്പാടങ്ങളാൽ മഞ്ഞിലും പൊന്നിൻ നിറം, ഉദ്യമിക്കുന്നു ശരൻ മേഘങ്ങൾ മുകളിലും, കൊയ്ത്തുകാരുടെ ശുഭ്ര രൂപങ്ങൾ ചുവട്ടിലും, ആശകൾ പോലെ നീണ്ട് പിണയും വരമ്പത്തു, ആവതും ചുരുട്ടേന്തി പോകയാം പണിയാളർ. നെല്ലുകൊയ്യാൻ പോകുന്ന കർഷക തൊഴിലാളികൾ വളരെ മനോഹരമായി ഈ കവിതയിൽ കവി ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലത്തെ വൈലോപ്പിള്ളിയുടെ ഏറ്റവും പ്രശസ്തമായൊരു കവിതയാണ് പന്തങ്ങൾ. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറയേന്തിയ പാരിൻ വാരൊളി മംഗളകന്ധങ്ങൾ. നമ്മുടെ സംസ്കാരം കടന്നു വന്ന പടവുകളെ ഈ കവിതയിലൂടെ അദ്ദേഹം ഭംഗിയായി ചിത്രീകരിക്കുന്നു. ശ്രീ എന്ന തൂലികാനാമത്തിലാണ് അദ്ദേഹം ആദ്യമായി കവിതകൾ എഴുതി തുടങ്ങിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, MP പോൾ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മാർക്സിയൻ തത്വശാസ്ത്രവും പുരോഗമനാശയങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും നമുക്ക് നിഴലിച്ചു കാണാം. 1985 ഡിസംബർ 22-ാം തീയതി മലയാളികളുടെ പ്രിയങ്കരനായ കവി ഇഹലോകവാസം വെടിഞ്ഞു. കേരളീയരെ സ്നേഹിച്ച, കേരളീയ സംസ്കാരത്തെ സ്നേഹിച്ച, അനേകം കവിതകൾ കാവ്യകൈരളിക്ക് സമ്മാനിച്ച ആ പ്രിയങ്കരനായ കവി കാവ്യകൈരളിക്ക് സമ്മാനിച്ച അനർഘരത്നങ്ങൾ എക്കാലത്തും മലയാളവും മലയാള നാടുമുള്ള കാലത്തോളം ഇവിടെ പ്രശോഭിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യം സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ. നന്ദി, നമസ്കാരം.